എത്ര മനോഹരമായ കാശ്മീർ അല്ലേ? മനോഹരമായ കാശ്മീരാ. എടാ ഒരു വെടി കൊണ്ടു കഴിഞ്ഞാൽ ചത്തുപോകും. ഇന്ത്യ പാകിസ്ഥാനും തമ്മിൽ എത്ര കാലം യുദ്ധം തുടങ്ങിയിട്ട് ഈ കാശ്മീരിന് വേണ്ടി. അതിനിടെ നമ്മളിപ്പോ എന്തിനാ ഇങ്ങോട്ട് വന്ന്? നമ്മളെന്തിനാ വന്നേക്കണേ? എടാ ഇന്ത്യക്ക് വേണ്ടി യുദ്ധം ചെയ്യണ ആരാന്നാ നമ്മുടെ വിചാരം? മലയാളിയായ കേണൽ സൂണൻ സാറ്. ഒരു മലയാളിയാണ് നമ്മുടെ ഇന്ത്യക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത്. പിന്നെ അദ്ദേഹത്തെ ഇന്റർവ്യൂ നമ്മുടെ പത്രത്തിൽ കൊടുത്ത ഭയങ്കര പേരായിരിക്കും അല്ലേ? നമുക്ക് എന്ത് പേരായിരിക്കും അറിയാവോ? ആണല്ലേ? പക്ഷെ നീ ഈ സൂണൻ സാറിനെ കണ്ടിട്ടുണ്ടാ? ഞാൻ കണ്ടിട്ടില്ല. പിന്നെ എങ്ങനെ തിരിച്ചറിയും? നമുക്ക് വിളിച്ചു നോക്കാം, എവിടെയെങ്കിലും ഉണ്ടെങ്കിലാ. സൂണൻ സാറേ, സൂണൻ സാറേ, കേണൽ സൂണൻ സാബ് ആ ഗയാ. മനസ്സിലായില്ലല്ലോ. നിങ്ങളാരാ? ഞങ്ങള് പത്രക്കാരാ. ഓ, പഴയ പേപ്പറും പാട്ടൊക്കെ എടുക്കാൻ വന്ന ആൾക്കാർ. അതല്ല, പത്രത്തിൽ ഇന്റർവ്യൂ വേണ്ടി വന്നാ. ശരി. നിങ്ങളാരാ? എന്നെ മനസ്സിലായില്ലേ? ഇല്ല. എടാ, കാശ്മീരിന്റെ മോചനത്തിന് വേണ്ടി അഹോരാത്രം 3 മുറക്ക് ഉപേക്ഷിച്ച് പടവരുന്ന കേണൽ സൂണൻ. സാറേ, ഞങ്ങൾ പട്ടാളക്കാരെന്ന് കേണൽ എന്നൊക്കെ പറയുമ്പോൾ നല്ലൊരു 6 അടി ഉയരവും നല്ല തടിയും പ്രതീക്ഷിച്ചു. പട്ടിണി കിടന്ന് യുദ്ധം ചെയ്യല്ലേ, ക്ഷീണിച്ചു പോയതാണ്. ആണല്ലേ? അപ്പൊ ഞങ്ങൾ ഇന്റർവ്യൂ ആരംഭിച്ചോട്ടെ സാർ? അപ്പൊ എന്റെ യുദ്ധതന്ത്രങ്ങൾ നിങ്ങളുടെ പത്രത്തിൽ എഴുതി ബൂസ്റ്റപ്പ് ഉണ്ടാക്കാൻ വേണ്ടി വന്നേക്കെ. ചോദിക്കും സാറേ, സത്യത്തിൽ കാശ്മീർ ശാന്തമാണോ? ശാന്തമാണോ? എടാവേ, നിങ്ങൾ കയറി വന്നപ്പോ കണ്ടില്ലേ, ഇപ്പോഴും ഇന്ത്യൻ പട്ടാളവും പാകിസ്ഥാൻ പട്ടാളവും തമ്മിൽ പൊരിഞ്ഞടി അടിച്ചോണ്ടിരിക്കുവല്ലേ. അപ്പൊ അതിനിടയ്ക്ക് സാറേ എങ്ങോട്ടാ പോയിരുന്നത്? ഒരു ചായ കുടിക്കാൻ വേണ്ടി. സാറേ, നമ്മുടെ ഈ കാശ്മീർ നമ്മുടെ ഇന്ത്യക്ക് കിട്ടുമോ? കിട്ടിയേനെ. കാശ്മീർ നമുക്ക് കിട്ടാനുള്ള 90% പദ്ധതി ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചപ്പോഴാണ് പെട്ടെന്ന് പാകിസ്ഥാൻ പട്ടാളക്കാരി നാവികാക്രമണം അഴിച്ചു വിട്ടില്ലേ. നാവികാക്രമണോ? അതെങ്ങനെ? എടാ, നമ്മൾ ഇന്ത്യൻ പട്ടാളക്കാർ കുറെ പേര് വട്ടം കൂടിയിരിക്കുന്ന സമയത്ത് ഈ പാകിസ്ഥാൻ പട്ടാളക്കാർ കൂളായിട്ട് ഇങ്ങോട്ട് കയറി വന്നിട്ട് നമ്മുടെ പട്ടാളക്കാരുടെ നാവിക്ക് നോക്കി നല്ല ആക്രമണം. ഞാനപ്പോ തന്നെ പറഞ്ഞ കരയാക്രമണം അഴിച്ചു വിട്ടോളാം. അതെങ്ങനെ സാറേ നാവികാക്രമണവും കരയാക്രമണവും കൂടി ഒരുമിച്ച് നടത്തുന്നത്? എടാ, നാവിക്കൊക്കെ ചവിട്ടുകൊണ്ട് ആരാണ് കരയാത്തത്? അങ്ങനെയല്ലേ രക്ഷപ്പെട്ട. സാറേ, സാർ ഒറ്റക്കാണോ യുദ്ധം നയിക്കാറുള്ളത്? അല്ല, ശരിക്കും കഴിഞ്ഞ ആഴ്ച വരെ നമ്മുടെ മേജറാണ് യുദ്ധം നയിച്ചോണ്ട്. പുള്ളി എവിടെ പോയി? മേജർക്ക് ഇപ്പൊ ഒരു അപകടം പറ്റി കിടക്കുമല്ലേ. എന്താ അപകടം? ഹെലികോപ്റ്റർ അപകടം. അതെങ്ങനെ ഒന്ന് വിശദീകരിക്കാൻ പറ്റും? പിന്നെ ഞാനും മേജറും കുറെ പട്ടാളക്കാരും കൂടി ഹെലികോപ്റ്ററിൽ പോണേരുന്നു. കാശ്മീരിന്റെ താഴ്വരയിലൂടെയാണല്ലോ നമ്മൾ പോണത്. ഒടുക്കത്തെ തണുപ്പല്ലേ. പിന്നെ കുറെ ദൂരം അങ്ങോട്ട് പിന്നിട്ട് കഴിഞ്ഞപ്പോ നമ്മുടെ മേജർ പറഞ്ഞു, എടാ എനിക്ക് ഭയങ്കര തണുപ്പ്, പനി അടിക്കാനുള്ള ലക്ഷണമാണോ എന്നൊരു സംശയം ഉണ്ടെന്ന്. ഞാൻ പറഞ്ഞു, സാറ് പേടിക്കണ്ട, ഞാൻ ഇപ്പൊ തന്നെ തണുപ്പ് മാറ്റി തരാന്ന് പറഞ്ഞു. അതെങ്ങനെ? ഞാൻ നേരെ പൈലറ്റിനെ വിളിച്ചിട്ട്, നമ്മുടെ മേജർക്ക് തണുക്കണ ആ ഫാൻ അങ്ങോട്ട് ഓഫ് ആക്കാൻ പറഞ്ഞു. ഏത് ഫാന്? ഹെലികോപ്റ്ററിന്റെ. ഇതങ്ങോട്ട് ഓഫ് ചെയ്യലും ഏടാ എല്ലാം കൂടി തലയും കുത്തി താഴെ. അന്നാണ് ജീവിതത്തിൽ ആദ്യമായിട്ട് എനിക്കൊരു സത്യം മനസ്സിലായി. എന്ത് സത്യം? ഈ ഫാൻ ഓഫ് ആക്കിയത് താഴെ പോകുന്ന മനസ്സിലാക്കിയത്. സാറേ, സാർ എപ്പോഴെങ്കിലും ഹെലികോപ്റ്റർ ഓടിച്ചിട്ടുണ്ടോ? പിന്നെ നാട്ടില് ലീവിന് ചെന്നപ്പ. അതെങ്ങനെ? കേട്ടോ, ശാന്തക്ക് പനി. ശാന്ത ഏതാരത്? ശാന്തനെ അറിയാൻ പാടില്ല. ഇല്ല, ആരാ ശാന്ത? എടാ, വട്ടത്തിൽ പൊട്ടുപൊട്ട് മുല്ലപ്പൊക്കെ ചൂടി സാൻഡിലൊക്കെ ഉണ്ടാവില്ലടാ. എന്റെ ഭാര്യ. എന്റെ ഭാര്യ ഇതുകൊണ്ട് പറഞ്ഞല്ലേട്ടാ, എവിടെ പോയാലും വെളുപ്പാങ്കാലത്ത് വീട്ടിൽ വരും. ശാന്തക്ക് പനി, ഒരു കരിക്ക് കുടിക്കണം. കരിക്ക് ഞാൻ നോക്കിയപ്പോ ഒറ്റ തെങ്ങേറ്റക്കാരില്ല. അതെന്താ തെങ്ങേറ്റക്കാരില്ലാത്ത? അതാണ് കുഴപ്പം. ഞാനുള്ളപ്പോ ആരും ഉണ്ടാവില്ല. ഞാനില്ലാത്തപ്പോ തെങ്ങേറ്റക്കാരി, മീൻകാരി, രബി ടിവിയുടെ ബിരുകാരി, ഭയങ്കര തിരക്കാന്നാ ഞാൻ കേട്ടേക്കണേ. ഞാനൊന്നും നോക്കിയില്ല. ഞാൻ ആ പാന്റ് ഷർട്ടൊക്കെ അഴിച്ചു വെച്ച് മുണ്ടുകൊടുത്ത് തോർത്ത് നിലക്കിട്ട് നേരെ തെങ്ങിലേക്ക് വലിച്ചേറി. അല്ല, ഹെലികോപ്റ്റർ ഓടിച്ച കഥയല്ലേ? അത് തന്നെ പറഞ്ഞു വന്നെ. തെങ്ങിന്റെ മണ്ടേ ചെന്ന് കരിക്ക് പിടിക്കാൻ പോലും തേടാ എന്റെ നേരെ ഒരു ഹെലികോപ്റ്റർ തന്നെ. ഞാൻ ആ തോർത്തം കഴിച്ചെടുത്തിട്ട് ഹെലികോപ്റ്റർ അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു ഹെലികോപ്റ്റർ ഓടിച്ചു. പക്ഷെ ഇന്നേ വരെ ആ പഞ്ചായത്തിൽ അത് പിന്നെ ഹെലികോപ്റ്റർ വന്നിട്ടില്ല. സാറേ, ഞാൻ ഒരു കാര്യം പറയട്ടെ. നമ്മുടെ ഇന്ത്യൻ പട്ടാളക്കാർക്ക് ധൈര്യം കുറവാണല്ലേ? ആരാടാ പറഞ്ഞത്? അല്ല, മറ്റുള്ള ആൾക്കാർ നമ്മളോട് അസൂയോളുകൊണ്ട് പറഞ്ഞ് പരത്തണത്. നമുക്കാണ് ഏറ്റവും കൂടുതൽ ധൈര്യം ഉണ്ടോ? അതൊരു വിശദീകരിക്കാം. ഞാനും കുറെ പട്ടാളക്കാരും കൂടി ശ്രീനഗറിന്റെ കാട്ടിലൂടെ ഒളിപ്പോറിന് വേണ്ടി പോണേണ്. കുറെ ദൂരം അങ്ങോട്ട് ചെന്നപ്പോ ഒരു വലിയ പുലി ഞങ്ങളുടെ നേരെ ചാടി വീണു. കൂടെ ഉണ്ടായിരുന്ന എല്ലാ പട്ടാളക്കാരും ഓടി. ഞാനും ഓടി ഒരു കുളത്തിൽ ചാടി. അപ്പൊ പുലി പിടിച്ചു കഴിഞ്ഞാൽ എല്ല് പോലും ബാക്കി കിട്ടില്ലെന്ന് അറിയാൻ പാടില്ലേ. ഞാൻ അപ്പൊ തന്നെ കുളത്തിൽ നിന്ന് ചാടി കയറി നേരെ ഒരു മരത്തിന്റെ മുകളിൽ കയറി. അപ്പൊ പുലി പിടിച്ചു കഴിഞ്ഞാൽ എല്ലും തോലും ഒന്നും ബാക്കി ഉണ്ടാവില്ല. ഒരു വിധത്തിൽ ഞാൻ ആ മരത്തിന്റെ മുകളിൽ നിന്ന് ചാടി ഇറങ്ങി പിന്നെയും ഓടി. അപ്പൊ പുലി അല്ല, നീ പുലിയുടെ ആളാണ്, അത് എന്റെ ആളാണ്. കുറെ നേരമല്ലേ നീ കപ്പപ്പുലി അല്ല പുലി. ഞാൻ അവസാനം ധൈര്യം സംഭവിച്ചത് ഇങ്ങനെ ഒരു ഒറ്റ നിപ്പായിരുന്നു. എടാ, ഞാനൊരു പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ടെന്ന്, ചീറിപ്പാഞ്ഞു വരുന്ന പുലിയുടെ കണ്ണിലേക്ക് തുറച്ചു നോക്കിയാൽ പുലി തിരിഞ്ഞോടിക്കളയുമെന്ന്. സാറങ്ങനെ നോക്കിയപ്പോ പുലി പേടിച്ചോടിയല്ലേ? പുലി ഓടിയില്ല. പുലി എന്നെ ചെയ്യാനുള്ളതൊക്കെ അങ്ങടി ചെയ്ത്. അപ്പൊ സാറിന് പറഞ്ഞ പുസ്തകത്തിൽ വായിച്ചിട്ട് പുലിയുടെ കണ്ണിലിട്ട് നോക്കിയാൽ പുലി പേടിച്ചോടിക്കോളൂ. എടാ, പുസ്തകം വായിച്ചാക്കണ ഞാനല്ലേ? പുലി പുസ്തകം വായിച്ചിട്ടുണ്ടോടാ? വിദ്യാഭ്യാസം ഇല്ലാത്ത പുലി വന്നാൽ ഞാൻ എന്നെ ചെയ്യാനാ? എന്നിട്ട് എന്താ, അവസാനം എല്ലാ ദൈവങ്ങളെയും വിളിച്ച് ഒറ്റ വെടിയായിരുന്നു. ഒറ്റ വെടിയല്ല, അത് 3 വെടിയല്ലേ? എടാ, എനിക്കൊരു എക്കൂടാൻ പാടില്ലടാ.
അല്ല എക്കൂടാൻ പാടില്ലേ? സാറേ ഒരു കാര്യം ചോദിച്ചോട്ടെ, സാർ ഒരുപാട് വിദേശ യാത്ര നടത്തുന്നുണ്ടോ? പിന്നെ ഇഷ്ടം പോലെ വിദേശയാത്ര പോയിട്ട്. അങ്ങോട്ടൊക്കെ പോയത് എങ്ങനെയാ പോയത്? കാളവണ്ടിയില്, എടാ വിമാനത്തില്. വിമാനത്തില്. ഈ ഇന്ത്യയിലെ വിമാനയാത്രക്ക് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? ഇന്ത്യയിലെ വിമാനയാത്ര എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണക്കാർക്ക് അപ്പോഴും ഒരുപോലെയൊക്കെ തന്നെയാണ്. പക്ഷെ മന്ത്രിമാരാണ് കയറണേന്ന് അറിഞ്ഞാൽ ഇപ്പൊ വേറെ ചില സിസ്റ്റം ഒക്കെ ഉണ്ട്. അതെന്താ? എടാ നമ്മൾ സാധാരണക്കാർ കയറി കഴിഞ്ഞാൽ ഒരു ബെൽറ്റിൽ അവർ അരയെ കെട്ടാൻ തരുള്ളൂ. അതങ്ങനെയാണല്ലോ. മന്ത്രിമാരാണെങ്കിൽ 3 ബെൽറ്റ് ഇപ്പൊ കൊടുക്കേണ്ടവര്. അതെന്തിനാ? ഒരു ബെൽറ്റ് സാധാരണ അരയെ കെട്ടാൻ, രണ്ടാമത്തെ ബെൽറ്റ് ബെൽറ്റ് മന്ത്രിമാരുടെ കൈ കിട്ടും. അതെന്തിനാ കൈ കെട്ടണേ? എടാ ഈ കയ്യും കൊണ്ടുള്ള ചില പരിപാടികൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ മൂന്നാമത്തെ ബെൽറ്റ് എവിടെ കിട്ടും? എന്താ മൂന്നാമത്തെ ബെൽറ്റ് എവിടെ കിട്ടും? മൂന്നാമത്തെ ബെൽറ്റ് കാല് കെട്ടും. അതെങ്ങനാ? കാലും കൊണ്ടും ഇല്ലടാ ചില പരിപാടികൾ. സാറേ നമ്മുടെ ഇന്ത്യ പെട്ട ആൾക്കാർക്ക് ദേശസ്നേഹം കുറവാണല്ലേ? നീ വന്നപ്പോ മുതൽ ഈ ചൊറിയണ ചോദ്യം ചോദിക്കണാ. ആരാണ് പറഞ്ഞ ദേശസ്നേഹം? മറ്റുള്ള ആൾക്കാർ പൊതുവെ അങ്ങനല്ലേ പറഞ്ഞ മറ്റുള്ളവർ അസൂയ കൊണ്ട് പറഞ്ഞു പറ്റുന്നതാണ്. ദേശസ്നേഹം ഏറ്റവും കൂടുതൽ നമുക്ക് തന്നെയാണ്. അതൊന്ന് വിശദീകരിക്കാം. ഞാൻ അമേരിക്കൻ പട്ടാളക്കാരൻ, പാകിസ്ഥാൻ പട്ടാളക്കാരൻ, ചൈന പട്ടാളക്കാരൻ, ഞങ്ങൾ 4 പട്ടാളക്കാരും കൂടി വിമാനത്തിൽ പോണേണ്. പെട്ടെന്ന് പൈലറ്റ് വിളിച്ചു പറഞ്ഞു വിമാനത്തിന് എന്തോ കംപ്ലൈന്റ് ഉണ്ട്, 3 പേര് പെട്ടെന്ന് ചാടണമെന്ന് പറഞ്ഞു. ഇത് കേട്ടപാട് അമേരിക്കയുടെ സ്വഭാവമല്ലേ, എവിടെ ചെന്നാലും വലിയ ആളല്ലേ. അമേരിക്കക്കാരൻ രാജ്യസ്നേഹം തെളിയിക്കാൻ വേണ്ടി ജയ് അമേരിക്ക എന്ന് പറഞ്ഞ് താഴത്തേക്ക് ഒറ്റ ചാട്ടം. തൊട്ട് പുറകെ ചൈനക്കാരൻ ജയ് ചൈന എന്ന് പറഞ്ഞ ഒറ്റ ചാട്ടം. ഇത് കണ്ടപ്പോ നമ്മുടെ ചോര തിളച്ചില്ലേ? നമുക്ക് അടങ്ങിയിരിക്കാൻ പറ്റുമോ? ഞാൻ അപ്പൊ തന്നെ ഭാരത് മാതാക്കി ജയ് എന്ന് ഒറ്റ വിളിയായിരുന്നു. എന്നിട്ട് സാർ എടുത്ത് താഴത്തേക്ക് ചാടി. ഞാൻ ചാടിയില്ല, അങ്ങനെ വിളിച്ചിട്ട് പാകിസ്ഥാൻകാരുടെ അടുത്ത് താഴത്തേക്ക് ഇട്ട്. നമ്മുടെ ഒരു ദേശസ്നേഹം പോയി. ഞാനൊരു മലയാളി അല്ലേ, ബുദ്ധി എന്റെ അല്ലേ ബുദ്ധി. അയ്യോ നിങ്ങളൊക്കെ ആരാ? നിങ്ങൾക്ക് എന്താ വേണ്ടത്? കാശ്മീർ അത് ഞങ്ങൾക്ക് വേണം. ആഹാ ഒന്ന് പോടാ പാടുന്നു. അയ്യോ മേജറെ, അവനെ രക്ഷിക്ക, അവരവനെ കൊല്ലും. ഒന്നും മിണ്ടല്ലേന്ന്, ഞാൻ രക്ഷിക്കാന്ന്. എങ്ങനെ? ഞാൻ ഒരു തന്ത്രം പ്രയോഗിക്കാം. എന്ത് തന്ത്രം? എടാ നമ്മുടെ കേരളത്തിൽ ഒന്ന് മേടിച്ചാ ഒന്ന് ഫ്രീ എന്നുള്ളൊരു ബിസിനസ് തന്ത്രം ഇല്ലേ? അത് നമുക്ക് ഈ മണ്ടന്മാരുടെ അടുത്ത് പ്രയോഗിക്കാന്ന്. എന്നാ വേഗം പ്രയോഗിക്ക്. നീ ഒന്നും മിണ്ടായിരുക്കാ. കാശ്മീർ വേണമെങ്കിൽ നിങ്ങൾ എടുത്തോ, പക്ഷേ കേരളം ഫ്രീ. ഇനി അതും പോരെങ്കിൽ ഇല്ല വന്നു കുറെ ആൾക്കാര്, അവരും ഫ്രീ. അയ്യോ ഞങ്ങൾക്ക് കാശ്മീര് വേണ്ടേ, ഓടിക്കോ. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി?